ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബ്ലോക്ക് 5 യൂണിറ്റ് 2 ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ യൂണിറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രീ റിക്വസൈറ്റ്സിലും ഒരു കഥയായിട്ട് ഒരു ഉദാഹരണം പോലെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ആദ്യം മുതൽ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാകും എന്താണ് ഇത് പറയുന്നതെന്നുള്ളത്. അതായത് എന്താണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നോ ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി പറയുന്നതാണ്. നമുക്ക് അതിലേക്ക് പ്രീ റിക്വസൈറ്റ്സിലേക്കൊന്ന് പോവാം. ഓക്കെ, ഇവിടെ ഒരു ആയിഷയുടെ ഒരു കഥയാണ് പറയുന്നത്. ആയിഷ എന്ന ഒരു യുവ സംരംഭക ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്നുണ്ട്. ബിസിനസ് വളരുന്നതിനനുസരിച്ച് അവൾ പങ്കാളിത്ത കരാറുകൾ, GST ഫയലിങ്ങുകൾ, ബാങ്ക് രേഖകൾ എന്നിവയെല്ലാം ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ഒപ്പിടാൻ തുടങ്ങി. ഒരു ദിവസം ഒരു സപ്ലയർ ഒരു കരാറിനെ ചൊല്ലി തർക്കമുണ്ടാക്കുകയും ഡിജിറ്റൽ കരാറിന് സാധ്യതയില്ലെന്ന് വാദിക്കുകയും ചെയ്തു. എന്നാൽ അംഗീകൃത സർട്ടിഫയിങ് അതോറിറ്റി നൽകിയ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് DSC വഴി സാക്ഷ്യപ്പെടുത്തിയ രേഖ ആയിഷ ആത്മവിശ്വാസത്തോടെ ഹാജരാക്കി. IT ആക്ട് 2000 അനുസരിച്ച് ഈ രേഖയ്ക്ക് നിയമസാധ്യത ഉള്ളതിനാൽ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെട്ടു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ബിസിനസ് പ്രവർത്തനങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചു എന്നീ സംഭവം കാണിക്കുന്നു. കൊമേഴ്സ്, ഓൺലൈൻ ബാങ്കിംഗ്, ഗവേണൻസ് എന്നിവയിലെല്ലാം ഈ ടൂളുകൾ വിശ്വാസ്യതയും സുരക്ഷയും നിയമപരമായ അംഗീകാരവും നൽകുന്നു. ഇന്ത്യയുടെ വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ഭാവി ബിസിനസ് പ്രൊഫഷണലുകളെ ഈ യൂണിറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാണ് ആദ്യം തന്നെ പറഞ്ഞത്, എന്താണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞത്. ഇവിടെ ആയിഷയുടെ കഥയോടുകൂടി നമുക്കൊരു ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടി കാണും. ഇനി എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്നത്തെ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ ബിസിനസ്സുകളും സർക്കാരുകളും വ്യക്തികളും മിക്ക ഇടപാടുകളും ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. ഈ ഇടപാടുകളിൽ വിശ്വസ്തതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ അത്യാവശ്യമാണ്. ഇന്ത്യയിലെ IT ആക്ട് 2000 ഇതിനായുള്ള നിയമപരമായ ചട്ടക്കൂടുകൾ നൽകുന്നുണ്ട്. അതായത് ഇനി നമ്മൾ പറയുന്നത് സെക്യൂർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ നമ്മളൊരു ചെറിയൊരു ഉദാഹരണം പറയുന്നുണ്ട്. റിയയുടെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. ബാംഗ്ലൂരുവിലെ റിയ എന്ന സംരംഭക മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പോർട്ടൽ വഴി കമ്പനി രജിസ്ട്രേഷനായി ഓൺലൈൻ